നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവനെ കാണാൻ തുടങ്ങിയ നാള് മുതൽ അവനൊരു ഫ്രോഡാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായതാ. അവനിപ്പോ ഋതിക മാഡത്തിന്റെ നേരെ പത്തി വിരിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ പത്തി അടിച്ചോടിക്കേണ്ടത് എന്റെ കടമയാ. ഞാൻ ആരാണെന്ന് സാറിന് അറിയില്ല. ഞാൻ ആരാണെന്ന് ഇന്നത്തെ ഉറക്കവും പോയെന്നാ തോന്നുന്നത്. എന്താ രാജു ഇവിടെ നിർത്തിയത്? ഭയന്നിട്ടാണോ തണുത്തിട്ടാണോന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മാഡം വല്ലാണ്ട് വിറയ്ക്കുന്നുണ്ട്. ഞാൻ ആകെ ഭയന്ന് പോയ രാജു. രാജു വന്നില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നെന്ന് ആലോചിച്ചിട്ട് പേടിയാവുന്നു. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. അതൊക്കെ ഓർത്ത് മാഡം എന്തിനാ ടെൻഷൻ ആവുന്നത്? വാ, നമുക്ക് ചൂടായിട്ടൊരു ചായ കുടിക്കാം. ചൂട് ചായ ഉള്ളി ചെല്ലുമ്പോ മാഡം ഒന്ന് ഫ്രഷ് ആവും. വാ മാഡം. രാജു ചേട്ടാ, സുഖല്ലേ? എന്താ വേണ്ടേ? 2 സ്പെഷ്യൽ ചായ. അകത്തോട്ടിരിക്കും. വാ മാഡം. എന്നാലും മാഡം എന്തിനാ ആ ദീപകിന്റെ കൂടെ രാത്രിയിൽ പുറത്തു വന്നത്? രാജു, ഒരു പ്രശ്നമുണ്ട്. എന്താ ഋതിക മാഡം? കഴിഞ്ഞ ദിവസം വീടിന്റെ ഗേറ്റിന് മുന്നിൽ ഒരു പെൺകുട്ടി വന്നിരുന്നു. ആ കുട്ടിയുടെ അച്ഛൻ സീരിയസ് ആയിട്ട് ആശുപത്രി കിടക്കുവാണെന്നും സഹായം വേണമെന്നും പറഞ്ഞു. എന്നിട്ട് അച്ഛൻ വീട്ടിലില്ലായിരുന്നത് കൊണ്ടും ആ കുട്ടിയുടെ അച്ഛന്റെ നില ഗുരുതരമായതുകൊണ്ടും ഞാൻ ചെയ്തത് തെറ്റാണോ രാജു? തെറ്റാണ് മാഡം. ഒരു മന്ത്രിയുടെ ഒപ്പ് പകർത്തിയിടുന്നത് വലിയ തെറ്റ് തന്നെയാ. പക്ഷേ മാഡം വിഷമിക്കണ്ട. മാഡം വർമ്മ സാറിന്റെ ഒപ്പ് ദുർവിനിയോഗം ചെയ്യല്ല ചെയ്തത്. മാഡം വിട്ട വർമ്മ സാറിന്റെ ഒപ്പ് ഒരു മനുഷ്യന്റെ ജീവനെ രക്ഷിച്ചിരിക്കുന്ന അതൊരു വലിയ നന്മയല്ലേ? ആണോ? എനിക്കപ്പോ ആ കുട്ടിയെ എങ്ങനെയെങ്കിലും സഹായിക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാ ഞാൻ പേടിയായിരുന്നിട്ട് പോലും അച്ഛന്റെ സൈൻ ആ ആപ്ലിക്കേഷനിൽ ഇട്ട് നൽകിയത്. ഞാൻ പറഞ്ഞില്ലേ മാഡം, മാഡം ചെയ്തത് തെറ്റായിരുന്നെങ്കിലും അതിന്റെ പിന്നിൽ ഒരു വലിയ നന്മയുണ്ട്. മാഡം ടെൻഷൻ അടിക്കണ്ട. ചെയ്തത് തെറ്റാണെന്നുള്ള കുറ്റബോധം ഉണ്ടെങ്കിൽ അതിന്റെ ആവശ്യമില്ല. ജീവൻ നൽകാനുള്ള കഴിവ് അത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ. മാഡം കാരണം ഒരു ജീവൻ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എത്ര വലിയ കാര്യമാണെന്ന് മാഡം ഒന്ന് ആലോചിച്ച് നോക്കിയേ. പിന്നെ മാഡത്തിന് എന്ത് ആപത്ത് വന്നാലും ഈ രാജുവിനെ വിളിക്കാം. ഏത് സമയത്താണെങ്കിലും മാഡത്തിന്റെ ഒരു വെളിപ്പാടകലെ ഈ രാജു ഉണ്ടാവും. എന്റെ ജീവൻ പണയം വെച്ചിട്ടാണെങ്കിലും ഏതവസ്ഥയിൽ നിന്നായാലും മാഡത്തെ ഞാൻ രക്ഷിക്കും. ഇതേ രാജുവിന്റെ വാക്കാ. താങ്ക് യു രാജു. രാജു, ആ ദീപക് അവൻ ഞാൻ വിചാരിച്ചതിലും വലിയ ഫ്രോഡാ. ഞാൻ അച്ഛന്റെ ഒപ്പിടുന്നത് അവൻ ഫോണിൽ വീഡിയോ എടുത്തു. ആ വീഡിയോ കാണിച്ച് എന്നെ ഭീഷണിപ്പെടുത്തിയ അവൻ എന്നെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ആ വീഡിയോ അവന്റെ കയ്യിലുള്ളത് വലിയ അപകടമാണ് രാജു. അവൻ എന്നെ ഇനിയും ബ്ലാക്ക്മെയിൽ ചെയ്യും, എനിക്ക് ഉറപ്പാ. അവനെ കാണാൻ തുടങ്ങിയ നാള് മുതൽ അവനൊരു ഫ്രോഡാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായതാ. അവനിപ്പോ ഋതിക മാഡത്തിന്റെ നേരെ പത്തി വിരിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ പത്തി അടിച്ചോടിക്കേണ്ടത് എന്റെ കടമയാ. മാഡം, ഈ പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പ് ടോർച്ചറിങ്ങിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. എങ്കിൽ
ദീപക് നിന്ന് ടോർച്ചറിങ് രാത്രിയായിരിക്കും. ആ മഞ്ചേച്ചി, എന്താ രാജു? ഓക്കെ രാജു. ആ ശരി ചേച്ചി. അവന്റെ കാര്യം അവര് നോക്കിക്കോളും മാഡം. രാജുവിനോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. നന്ദി വാക്കിന്റെ ആവശ്യമൊന്നുമില്ല മാഡം. മാഡത്തിന്റെ സംരക്ഷണം എന്റെ ഉത്തരവാദിത്വമാണ്. ഇപ്പോ മാഡത്തിന്റെ പേടിയൊക്കെ മാറിയോ? ഞാനെന്തിനാ പേടിക്കുന്നത്? എന്റെ കൂടെ എന്റെ രാജു ഇല്ലേ? അതാണ്. മാഡം ഇനി ആ ചായ എടുത്തും കുടിച്ചേ. Cheers. Cheers. നല്ല ചായ അല്ലേ? ഋതികയുടെ തലവര മാറുന്ന ദിവസമായിരുന്നു. ഈ ന്യൂസ് പേപ്പറിൽ ഋതികയും ദീപകിനെയും കുറിച്ചുള്ള വാർത്ത പ്രതാപൻ വായിച്ചു കഴിഞ്ഞ പിന്നെ ദീപകിന് ഋതിക എന്നേക്കുമായി സ്വന്തം. അവരുടെ വിവാഹം നടക്കും. പിന്നെ ഈ കാണുന്ന സ്വത്തുക്കളും സകലമാനത്തിന്റെ അവകാശി എന്റെ മകൻ ദീപക് മാത്രമാകും. ദീപക്കേ ഞാൻ വിചാരിച്ചതിനേക്കാൾ ബുദ്ധിമാനാ. ഇത്രയും വേഗം അവനെല്ലാം കൈക്കലാക്കുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. എന്താ ചേച്ചി കാലത്ത് തന്നെ തനിയിരുന്ന് സംസാരിക്കുന്നത്? അതെ, ഞാൻ ഈ ഹെഡ്ലൈൻസ് വായിക്കായിരുന്നു പ്രതാപ. എന്തൊക്കെയാണ് ഇന്നത്തെ ഹെഡ്ലൈൻസ്? ഞാൻ വെറുതെ ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ. രാവിലെ പത്രം വായിക്കുന്ന ശീലം പണ്ട് മുതലേ നിനക്കല്ലേ ഉള്ളത്. നീ വായിക്കേ. ചേച്ചിയെ നിനക്കൊരു ചൂട് ചായ എടുത്തോണ്ട് വരാം. ചേച്ചി എന്തിനാ രാവിലെ തന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നേ? ചായ എടുക്കാനൊക്കെ ഇവിടെ സർവൻസ് ഉണ്ടല്ലോ. ചായക്ക് അവരെടുത്തോളൂ, ചേച്ചി ഇവിടെ ഇരിക്കും. ഏയ് അതൊന്നും വേണ്ട. ചായയെ ഞാൻ തന്നെ എടുത്തോളാം. എന്റെ അനിയന് ചായ എടുക്കുന്നതിൽ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. നീ വായിക്കേ. ചേച്ചി ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.